കണ്ണൂരിലെ പഴയ പ്രൗഢി വിളിച്ചോതുന്ന നാലുകെട്ടുള്ള തമ്പി തറവാട്. മഴക്കാലത്ത് ഇരുൾ വീണാൽ പിന്നെ അവിടെ വല്ലാത്തൊരു നിശബ്ദതയാണ്. വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥനായ കേണൽ വിശ്വനാഥൻ തമ്പി ആ വലിയ വീട്ടിൽ തനിച്ചാണ് താമസം. ഭാര്യ മരിച്ചതിൽ പിന്നെയും മക്കൾ വിദേശത്തേക്ക് ചേക്കേറിയതോടെയും ഓർമ്മകളുടെ കൂടാരമായി ആ വീട് മാറിയിരുന്നു. എന്നാൽ ആ തറവാട് വെറുമൊരു വസതിയല്ലെന്നും ഇന്ത്യൻ സൈന്യത്തിന്റെ വടക്കുകിഴക്കൻ അതിർത്തിയിലെ സുപ്രധാന ബങ്കറുകളുടെ ബ്ലൂപ്രിന്റുകളും ചില രഹസ്യരേഖകളും അവിടെ ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ടെന്നും പാകിസ്ഥാൻ ഇന്റലിജൻസിന് വിവരം ലഭിച്ചിരുന്നു. ആ രഹസ്യങ്ങൾ ചോർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ISI തങ്ങളുടെ ഏറ്റവും മിടുക്കിയായ ഏജന്റ് റുക്സാനയെ നിയോഗിക്കുന്നത്. മലയാളം തനിമയോടെ സംസാരിക്കാനും നാട്ടിൻപുറത്തെ രീതികൾ അനുകരിക്കാനും അവൾക്ക് പ്രത്യേക പരിശീലനം ലഭിച്ചിരുന്നു. അങ്ങനെ ഒരു മഴയുള്ള സായാഹ്നത്തിൽ തമ്പി തറവാടിന്റെ പടിവാതിൽക്കൽ രേവതി എന്ന പേരിൽ അവൾ എത്തിച്ചേർന്നു. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ വീടും കുടുംബവും നഷ്ടപ്പെട്ട അനാഥയായ ഒരു പാവം പെൺകുട്ടി. അതായിരുന്നു അവൾ കെട്ടിച്ചമച്ച കഥ. നനഞ്ഞൊട്ടിയ വസ്ത്രങ്ങളും കണ്ണുകളിലെ ഭയവും നിഷ്കളങ്കമായ സംസാരവും കേണൽ തമ്പിയുടെ മനസ്സലിയിച്ചു. ഒരു വേലക്കാരി എന്നതിലുപരി ഒരു മകളെപ്പോലെ അദ്ദേഹം അവളെ വീട്ടിൽ താമസിപ്പിച്ചു. തറവാട്ടിലെ ഓരോ ദിവസവും രേവതി കൃത്യമായ കണക്കുകൂട്ടലുകളോടെയാണ് നീങ്ങിയത്. പകൽ സമയം അവൾ വീട് വൃത്തിയാക്കിയും കേണലിന് ഔഷധക്കഞ്ഞി ഉണ്ടാക്കിയും അദ്ദേഹത്തിന്റെ വിശ്വസ്തയായി മാറി. വൈകുന്നേരങ്ങളിൽ ചാരുകസേരയിൽ കിടന്ന് കേണൽ പഴയ യുദ്ധകഥകൾ പറയുമ്പോൾ അവൾ കൗതുകത്തോടെ കേട്ടിരിക്കും. എന്നാൽ അവളുടെ ശ്രദ്ധ കഥയിലായിരുന്നില്ല, മറിച്ച് അദ്ദേഹം അറിയാതെ പറയുന്ന സ്ഥലപ്പേരുകളിലും പഴയ സഹപ്രവർത്തകരുടെ വിവരങ്ങളിലുമായിരുന്നു. രാത്രികൾ അവൾക്ക് മറ്റൊരു മുഖം നൽകി. കേണൽ ഉറങ്ങിക്കഴിഞ്ഞാൽ പൂച്ചയെപ്പോലെ പതുങ്ങി അവൾ തറവാടിന്റെ ഇരുളടന്ന ഇടനാഴികളിലൂടെ നടന്നു. കേണലിന്റെ ഓഫീസ് മുറിയായിരുന്നു അവളുടെ ലക്ഷ്യം. പഴയ അലമാരകൾക്കുള്ളിൽ പുസ്തകങ്ങളുടെ ഇടയിൽ എവിടെയോ ആ രഹസ്യരേഖകൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അവൾക്കറിയാമായിരുന്നു. ഓരോ തവണയും കാൽപെരുമാറ്റം കേൾക്കുമ്പോൾ അവൾ ഞെട്ടിത്തിരിഞ്ഞു. പിടിക്കപ്പെട്ടാൽ മരണമുറപ്പാണ്. എങ്കിലും രാജ്യസ്നേഹത്തേക്കാൾ ഉപരിയായി തന്റെ കുടുംബത്തെ പാകിസ്ഥാനിൽ സുരക്ഷിതമായി നിലനിർത്താൻ അവൾക്ക് ഈ ദൗത്യം വിജയിപ്പിച്ചേ മതിയാകൂ. പുറത്ത് പേമാരി പെയ്യുമ്പോൾ അകത്ത് ചാരപ്രവർത്തനത്തിന്റെ വിത്തുകൾ മുളച്ചു തുടങ്ങുകയായിരുന്നു. ആരും സംശയിക്കാത്ത പാവം രേവതിയുടെ രൂപത്തിൽ ഒരു വലിയ അപകടം ആ തറവാട്ടിൽ കൂടുകൂട്ടിക്കഴിഞ്ഞിരുന്നു. കശ്മീരിലെ അതിർത്തി കാക്കുന്ന ജോലിയിൽ നിന്ന് 2 മാസത്തെ അവധിക്കാണ് ക്യാപ്റ്റൻ ഹരിദാസ് നാട്ടിലെത്തിയത്. തമ്പി തറവാട്ടിലെ നിത്യസന്ദർശകനായ ഹരിദാസ് അവിടെ മകളെപ്പോലെ പെരുമാറുന്ന രേവതിയെ ശ്രദ്ധിച്ചു തുടങ്ങിയിരുന്നു. നാട്ടിൻപുറത്തെ ലാളിത്യവും കേണലിനെ ശുശ്രൂഷിക്കുന്നതിലെ അവളുടെ ആത്മാർത്ഥതയും ഹരിദാസിനെ ആകർഷിച്ചു. അമ്പലത്തിലേക്കുള്ള വഴികളിലും പുഴയോരത്തെ സായാഹ്നങ്ങളിലും അവർ കണ്ടുമുട്ടി. തന്റെ സൈനിക ജീവിതത്തിലെ ഏകാന്തതയെക്കുറിച്ച് ഹരിദാസ് അവളോട് സംസാരിച്ചു. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ട തന്റെ കഥ പറഞ്ഞ് രേവതി കണ്ണീരൊഴുക്കിയപ്പോൾ ഹരിദാസ് അവൾക്ക് ആശ്വാസമായി. ആ കണ്ണുനീർ ഒരു മികച്ച അഭിനയമായിരുന്നു എന്ന് തിരിച്ചറിയാൻ ഹരിദാസിന് കഴിഞ്ഞില്ല. താൻ അന്വേഷിച്ചിരുന്ന സ്നേഹം അവളിലാണെന്ന് അവൻ വിശ്വസിച്ചു. രേവതിക്കും ഹരിദാസിനോടൊരടുപ്പം തോന്നിത്തുടങ്ങിയിരുന്നു. ചാരപ്രവർത്തനത്തിനിടയിലും മനസ്സിന്റെ ഒരു കോണിൽ അറിയാതെ ഒരു പ്രണയം മുട്ടിട്ടിരുന്നു. വിഷുക്കാലം വന്നപ്പോൾ തറവാട്ടിൽ ആഘോഷങ്ങളുടെ തിരക്കായി. ഇതിനിടയിലാണ് ഹരിദാസ് തന്റെ ഇഷ്ടം അവളോട് തുറന്നു പറയുന്നത്. മറുപടി പറയാതെ നിറഞ്ഞ കണ്ണുകളോടെ അവൾ ഓടിപ്പോയത് സമ്മതമായി ഹരിദാസ് കരുതി. പക്ഷെ വിധി മറ്റൊന്നായിരുന്നു. കനത്ത മഴ പെയ്യുന്ന ഒരു ജൂലൈ രാത്രി. കേണൽ തമ്പി മരുന്നു കഴിച്ച് നേരത്തെ ഉറങ്ങിയിരുന്നു. ജനൽപ്പാളികൾ അടയ്ക്കാൻ പുറത്തിറങ്ങിയ ഹരിദാസ് കേണലിന്റെ ഓഫീസ് മുറിയിൽ ഒരു ചെറിയ വെളിച്ചം കണ്ടു. ആരും പ്രവേശിക്കാൻ പാടില്ലാത്ത അതീവ രഹസ്യരേഖകൾ സൂക്ഷിക്കുന്ന മുറിയാണത്. ഒരു കള്ളനെപ്പോലെ പതുങ്ങി ഹരിദാസ് ജനലിലൂടെ അകത്തേക്ക് നോക്കി. കണ്ട കാഴ്ച അയാളെ ഞെട്ടിച്ചു. മേശപ്പുറത്ത് പരത്തിവച്ചിരിക്കുന്ന ഇന്ത്യൻ സൈന്യത്തിന്റെ തന്ത്രപ്രധാനമായ മാപ്പുകൾ. അത് തന്റെ മൊബൈൽ ക്യാമറയിൽ പകർത്തുന്ന രേവതി. അവളുടെ മുഖത്ത് അതുവരെ കണ്ട നിഷ്കളങ്കതയില്ല. പകരം ഒരു പരിശീലനം ലഭിച്ച ചാരയുടെ ജാഗ്രത മാത്രം. ഹരിദാസ് വാതിൽ ചവിട്ടിത്തുറന്ന് അകത്തുകയറി. ഞെട്ടിത്തിരിഞ്ഞ രേവതിക്ക് പ്രതികരിക്കും മുൻപേ അവളുടെ കയ്യിലെ ഫോൺ തെറിച്ചു വീണു. രേവതി, നീ? ഹരിദാസിന്റെ ശബ്ദമിടറി. അവൾ ഒന്നും മിണ്ടിയില്ല. ഹരിദാസ് അവളുടെ ബാഗ് പരിശോധിച്ചു. വസ്ത്രങ്ങൾക്കിടയിൽ ഒളിപ്പിച്ച സാറ്റലൈറ്റ് ഫോണും റുക്സാന ഖാൻ എന്ന പേരിലുള്ള പാകിസ്ഥാൻ പാസ്പോർട്ടും അയാൾ കണ്ടെടുത്തു. നിമിഷനേരം കൊണ്ട് പ്രണയം വെറുപ്പിനും വിശ്വാസം വഞ്ചനയ്ക്കും വഴിമാറി. എന്റെ രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ വന്നതാണോ നീ എന്ന ഹരിദാസിന്റെ ചോദ്യത്തിനു മുന്നിൽ അവൾ തലകുനിച്ചു. തോക്കിൻ മുനയിൽ നിൽക്കുമ്പോഴും അവളുടെ കണ്ണുകളിൽ ഭയത്തേക്കാൾ കുറ്റബോധമായിരുന്നു. തന്റെ പ്രണയിനി ഒരു ശത്രുരാജ്യത്തിന്റെ ചാരയാണെന്ന സത്യം ഹരിദാസിനെ തകർത്തു.
പക്ഷേ അയാളിലെ സൈനികനുണർന്നു. വികാരങ്ങളെ അടക്കിപ്പിടിച്ച് അയാൾ മിലിറ്ററി ഇന്റലിജൻസിനെ വിവരമറിയിച്ചു. പോലീസ് ജീപ്പിലേക്ക് കയറ്റുമ്പോൾ അവൾ അവസാനമായി ഹരിദാസിനെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ മാപ്പപേക്ഷയുണ്ടായിരുന്നോ എന്ന് ഹരിദാസിന് മനസ്സിലായില്ല. ചോദ്യം ചെയ്യലുകൾക്കും ജയിൽവാസത്തിനും ശേഷം നയതന്ത്ര നീക്കങ്ങളുടെ ഭാഗമായി വാഗ അതിർത്തി വഴി റുക്സാനയെ പാകിസ്ഥാനിലേക്ക് നാടുകടത്തി. ഹരിദാസിന്റെ മനസ്സിൽ അവൾ ഒരു ഉണങ്ങാത്ത മുറിവായി ശേഷിച്ചു. 5 വർഷങ്ങൾ കൊഴിഞ്ഞുപോയി. ഹരിദാസ് ഇപ്പോൾ പഴയ ആവേശമുള്ള ചെറുപ്പക്കാരനല്ല. ഇന്ത്യൻ ഇന്റലിജൻസ് ബ്യൂറോയിലെ കരുത്തനായ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. മുഖത്തെപ്പോഴും ഗൗരവം തളം കെട്ടി നിൽക്കുന്ന ഒരു ചിരിക്കാൻ മറന്ന മനുഷ്യൻ. കൊച്ചിയിലെ നാവിക ആസ്ഥാനവുമായി ബന്ധപ്പെട്ട അതീവ രഹസ്യമായ ഓപ്പറേഷൻ സാഗർ നയിക്കുന്നത് അദ്ദേഹമാണ്. പാകിസ്ഥാനിൽ റുക്സാനയുടെ ജീവിതം നരകതുല്യമായിരുന്നു. ഇന്ത്യയിലെ ദൗത്യം പരാജയപ്പെട്ടതിന്റെ പേരിൽ ISI അവളെ സംശയത്തോടെയാണ് കണ്ടിരുന്നത്. ഒടുവിൽ അവർ അവൾക്ക് മുൻപിൽ ഒരവസാന അവസരം വെച്ചു. ഒന്നുകിൽ കൊച്ചിയിൽ ചെന്ന് ഹരിദാസിനെ വകവരുത്തി ഓപ്പറേഷൻ സാഗർ തകർക്കുക, അല്ലെങ്കിൽ ലാഹോറിലുള്ള അവളുടെ വയസ്സായ മാതാപിതാക്കളെയും സഹോദരിയെയും മറന്നേക്കുക. നിസ്സഹായയായ അവൾക്ക് ആ ദൗത്യം ഏറ്റെടുക്കുകയല്ലാതെ വഴിയുണ്ടായിരുന്നില്ല. ശ്രീലങ്ക വഴി മത്സ്യബന്ധന ബോട്ടിൽ ഒരഭയാർത്ഥിയുടെ വേഷത്തിൽ റുക്സാന കൊച്ചി തീരത്തെത്തി. മട്ടാഞ്ചേരിയിലെ ഇടുങ്ങിയ തെരുവുകളിൽ അവൾ ഒളിച്ചു താമസിച്ചു. ഹരിദാസിന്റെ നീക്കങ്ങൾ അവൾ നിരീക്ഷിച്ചു. ഓരോ തവണ കാണുമ്പോഴും അവളുടെ കൈകൾ വിറച്ചു. താൻ ആത്മാർത്ഥമായി സ്നേഹിച്ച, എന്നാൽ താൻ കാരണം വഞ്ചിക്കപ്പെട്ട മനുഷ്യൻ. ഒരു അമാവാസി രാത്രിയിൽ ഫോർട്ട് കൊച്ചിയിലെ ഉപേക്ഷിക്കപ്പെട്ട ഒരു ഡച്ച് ഗോഡൌണിലേക്ക് ഹരിദാസിനെ തന്ത്രപൂർവ്വം എത്തിക്കാൻ ISIയുടെ സ്ലീപ്പർ സെല്ലുകൾക്ക് കഴിഞ്ഞു. ഹരിദാസ് അവിടെ എത്തുമ്പോൾ 4 പാട്ട് ഭീകരർ തോക്കുകളുമായി അവനെ വളഞ്ഞിരുന്നു. പെട്ടെന്നാണ് ഇരുളിൽ നിന്ന് റുക്സാന മുന്നോട്ട് വന്നത്. അവളുടെ കയ്യിൽ സൈലൻസർ ഘടിപ്പിച്ച പിസ്റ്റൾ ഉണ്ടായിരുന്നു. റുക്സാന, ഹരിദാസ് അത്ഭുതത്തോടെയും വെറുപ്പോടെയും മന്ത്രിച്ചു. വീണ്ടും വഞ്ചിക്കാൻ വന്നതാണോ നീ? അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അല്ല ഹരി, ഇത്തവണ കടം വീട്ടാൻ വന്നതാണ്. ISI കമാൻഡർ അവളോട് അലറി. ഷൂട്ട് ഹിം, കൊല്ലവനെ. റുക്സാന തോക്കുയർത്തി. ഹരിദാസ് കണ്ണുകൾ അടച്ചു. മരണം ഏറ്റുവാങ്ങാൻ തയ്യാറായി. പക്ഷേ കേട്ടത് ഹരിദാസിന്റെ നിലവിളിയല്ല, മറിച്ച് വെടിയൊച്ചകളാണ്. ഹരിദാസ് കണ്ണു തുറന്നപ്പോൾ കണ്ടത് തന്നെ ലക്ഷ്യം വെച്ചിരുന്ന 3 ഭീകരർ നെഞ്ചിൽ വെടിയേറ്റ് വീഴുന്നതാണ്. റുക്സാന തോക്ക് തിരിച്ചുപിടിച്ച് സ്വന്തം സംഘാംഗങ്ങളെ തന്നെ വെടിവെച്ചിരിക്കുന്നു. അവസാനത്തെ ഭീകരൻ റുക്സാനയ്ക്ക് നേരെ തിരിഞ്ഞതും ഹരിദാസ് കുതിച്ചു ചെന്ന് അവനെ കീഴ്പ്പെടുത്തി. മൽപ്പിടുത്തത്തിനൊടുവിൽ ഹരിദാസ് അവനെ വകവരുത്തി. ഗോഡൌണിൽ ഇപ്പോൾ നിശബ്ദം മാത്രം. ചോരയിൽ കുളിച്ചു നിൽക്കുന്ന റുക്സാനയും അവിശ്വസനീയതയോടെ നോക്കുന്ന ഹരിദാസും. എന്തിനെ? ഹരിദാസ് ചോദിച്ചു. അന്ന് തമ്പിസാറിന്റെ വീട്ടിൽ വെച്ച് നിങ്ങൾ എന്നോട് കാണിച്ച സ്നേഹം അതൊരു നുണയായിരുന്നില്ല ഹരി. എനിക്ക് രാജ്യത്തേക്കാൾ വലുത് എന്റെ പ്രണയമായിപ്പോയി. എന്റെ കുടുംബത്തെ അവർ കൊന്നേക്കാം, പക്ഷെ നിങ്ങളെ കൊല്ലാൻ എനിക്കാവില്ല. അവൾ തോക്ക് താഴെയിട്ട് മുട്ടുകുത്തി. ഫോർട്ട് കൊച്ചിയിലെ ഗോഡൌണിനു പുറത്ത് പോലീസ് ജീപ്പുകളുടെ സൈറൻ മുഴങ്ങി. ഹരിദാസിന് മുന്നിൽ തോക്ക് താഴെയിട്ട് റുക്സാന കൈകൾ ഉയർത്തി നിന്നു. ഇനി എനിക്ക് പേടിയില്ല ഹരി. മരിക്കുന്നതെങ്കിൽ അത് ഇന്ത്യൻ മണ്ണിലാകട്ടെ, അവൾ പറഞ്ഞു. ഹരിദാസ് അവളെ ആരിഷ്ട് ചെയ്യുമ്പോൾ ആ മുഖത്ത് കണ്ടത് പരാജയഭാവമായിരുന്നില്ല, മറിച്ച് ഒരു വലിയ ഭാരമൊഴിഞ്ഞ ആശ്വാസമായിരുന്നു. റുക്സാനയുടെ വിചാരണ കോടതിയിൽ വലിയ വാർത്തയായി. വാദിഭാഗം അവൾ കൊടും ഭീകരയാണെന്ന് വാദിച്ചു. എന്നാൽ സാക്ഷിക്കൂട്ടിൽ കയറിയ ഹരിദാസ് സത്യം മാത്രമേ പറഞ്ഞുള്ളൂ. അവൾ ഇന്ത്യയിൽ നുഴഞ്ഞുകയറിയ ചാരയാണെന്നും, എന്നാൽ അവസാന നിമിഷം സ്വന്തം ജീവൻ പണയം വെച്ച് രാജ്യത്തിന്റെ നിർണായക വിവരങ്ങൾ സൂക്ഷിക്കുന്ന ഉദ്യോഗസ്ഥന്റെ ജീവൻ രക്ഷിച്ചുവെന്നും അദ്ദേഹം മൊഴി നൽകി. രാജ്യം ക്ഷമിച്ചാലും ഇല്ലെങ്കിലും ഒരു വ്യക്തിയെന്ന നിലയിൽ ഞാൻ അവളോട് കടപ്പെട്ടിരിക്കുന്നു. ഹരിദാസിന്റെ ഈ വാക്കുകൾ കോടതി മുറിയിൽ നിശബ്ദത പടർത്തി. കോടതി മാനുഷിക പരിഗണന നൽകി. വധശിക്ഷയോ ജീവപര്യന്തമോ ഒഴിവാക്കി 5 വർഷത്തെ കഠിന തടവിനു വിധിച്ചു. വിയ്യൂർ സെൻട്രൽ ജയിലിലെ ഏകാന്ത തടവറയിലാണ് റുക്സാനയുടെ ശിക്ഷാകാലം തുടങ്ങിയത്. ആദ്യമൊക്കെ അവൾ ആരോടും മിണ്ടിയില്ല. കുറ്റബോധം അവളെ വേട്ടയാടിക്കൊണ്ടിരുന്നു. എന്നാൽ ജയിലിലെ ഗ്രന്ഥശാല അവളുടെ അഭയമായി. മലയാളം സാഹിത്യം അവൾ ആഴത്തിൽ വായിച്ചു തുടങ്ങി. ബഷീറിന്റെയും MTയുടെയും കഥകളിലെ മനുഷ്യർ അവളെ സ്വാധീനിച്ചു. പതുക്കെ അവൾ മാറിത്തുടങ്ങി. ജയിലിലെ നിരക്ഷരരായ സ്ത്രീകളെ അവൾ അക്ഷരം പഠിപ്പിക്കാൻ ആരംഭിച്ചു. സഹതടവുകാർക്ക് അവൾ വെറുമൊരു പാകിസ്ഥാൻകാരിയല്ല, മറിച്ച് സ്നേഹമുള്ള റുക്സാന ടീച്ചറായി മാറി. ജയിലധികൃതർ പോലും അവളുടെ മാറ്റം കണ്ട് അത്ഭുതപ്പെട്ടു. പകയുടെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയം മറന്ന് മനുഷ്യസ്നേഹത്തിന്റെ ഭാഷ അവൾ പഠിച്ചു. 5 വർഷങ്ങൾ. ഓരോ ദിവസവും അവൾ പ്രാർത്ഥിച്ചത് സ്വന്തം മോചനത്തിനല്ല, മറിച്ച് പാകിസ്ഥാനിൽ ഉപേക്ഷിച്ചു പോന്ന തന്റെ കുടുംബത്തിനും താൻ കാരണം വേദനിച്ച ഹരിദാസിനും വേണ്ടിയായിരുന്നു. ഒടുവിൽ ശിക്ഷാകാലാവധി കഴിഞ്ഞ്
നല്ല നടപ്പിന്റെ പേരിൽ അവൾ മോചിതയാവുന്ന ദിവസം വന്നെത്തി. ജയിലിന്റെ വലിയ ഇരുമ്പുവാതിൽ തുറന്ന് അവൾ പുറത്തിറങ്ങി. പുറത്ത് ഔദ്യോഗിക നടപടികൾക്കായി പോലീസ് വാഹനം കാത്തുനിൽപ്പുണ്ടായിരുന്നു. ദൂരെ ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി സിവിൽ വേഷത്തിൽ ഒരാൾ നിൽക്കുന്നു. ഹരിദാസ്. അവർ സംസാരിച്ചില്ല. ഹരിദാസ് പതുക്കെ തലയാട്ടി. നന്ദി എന്നോ വിട എന്നോ അർത്ഥം വരുന്ന ഒരു മൗന സമ്മതം. റുക്സാനയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ തിരിഞ്ഞു നോക്കാതെ പോലീസ് വാഹനത്തിൽ കയറി. ആ യാത്ര ഒരവസാനമായിരുന്നില്ല, പുതിയൊരു തുടക്കമായിരുന്നു. മോചിതയായ റുക്സാന പാകിസ്ഥാനിലേക്ക് മടങ്ങി. എന്നാൽ പഴയ ചാരയായിട്ടല്ല. ലാഹോറിലെ ഒരു ഗ്രാമത്തിൽ അവൾ പെൺകുട്ടികൾക്കായി ഒരു വിദ്യാലയം ആരംഭിച്ചു. സമാധാനം അഥവാ അമൻ എന്നർത്ഥം വരുന്ന പേരാണ് അവൾ സ്കൂളിന് നൽകിയത്. വർഷങ്ങൾക്ക് ശേഷം അതിർത്തിയിലെ ഒരു ഫ്ലാഗ് മീറ്റിംഗിനിടെ ബ്രിഗേഡിയറായി സ്ഥാനക്കയറ്റം ലഭിച്ച ഹരിദാസ് സ്കൂൾ കുട്ടികളുമായി നിൽക്കുന്ന റുക്സാനയെ ദൂരെ നിന്ന് കാണുന്നു. അവർക്കിടയിൽ മുള്ളുവേലികളുണ്ടായിരുന്നെങ്കിലും മനസ്സുകൊണ്ട് അവർ പരസ്പരം സല്യൂട്ട് ചെയ്തു. രാജ്യസ്നേഹമെന്നത് അപരനെ വെറുക്കലല്ലെന്നും വഞ്ചനയേക്കാൾ മൂർച്ഛ സത്യത്തിനാണെന്നും ആ ജീവിതം തെളിയിച്ചു.